നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ജന്തുക്കളുള്ളിൽ വിലസിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തൗ മണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതമിഹ നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. ജഗദീശ്വരൻ സർവവ്യാപിയാണെങ്കിലും ചാരം കൊണ്ട് പൊതിഞ്ഞ തീക്കനൽ പോലെ മായ കൊണ്ട് മറഞ്ഞിരിക്കുകയാണെന്ന് കണ്ടുവല്ലോ. സർവവ്യാപിയായതുകൊണ്ട് തന്നെ സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന് സിദ്ധം. ഉള്ളിലിരിക്കവേ തന്നെ സർവത്ര വ്യാപിച്ചുമിരിക്കുന്നു. ഈ സത്യസ്ഥിതി രഹസ്യം വിവരിക്കുകയാണ് ആചാര്യൻ അടുത്ത പദ്യത്തിൽ. 37-ാം പദ്യം. ജന്തുക്കളുള്ളിൽ വിലസിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം തന്തൗ മണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതമിഹ നാരായണായ നമഃ. ജന്തുക്കളുള്ളിൽ വിലസിടുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ബോധരൂപമായി വർത്തിക്കുന്ന നിന്നുടയ ഈശ്വരൻ്റെ ബന്ധം വിടാതെ സ്വരൂപത്തിൽ നിന്ന് വിട്ടുപോകാതെ സതതം പരിപൂർണാത്മനാ സദാ സർവത്ര സമ്പൂർണമായി നിറഞ്ഞു നിന്നുകൊണ്ട് തന്തൗ ചരടിൽ മണിപ്രകരഭേദങ്ങൾ പോലെ വിവിധ തരത്തിലുള്ള രത്നങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നത് പോലെ പരമെന്തെന്തു ജാതമിഹ വേർതിരിഞ്ഞ് എന്തെന്തെല്ലാമാണ് ഈ ലോകത്ത് ഉണ്ടായി കാണപ്പെടുന്നത്. നാരായണായ നമഃ. നാരായണന് നമസ്കാരം. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ബോധരൂപമായി വർത്തിക്കുന്ന ഈശ്വരൻ്റെ സ്വരൂപത്തിൽ നിന്നും വിട്ടുപോകാതെ സദാ സർവത്ര നിറഞ്ഞു നിന്നുകൊണ്ട് ചരടിൽ വിവിധ തരത്തിലുള്ള രത്നങ്ങൾ കോർത്തിണക്കിയിരിക്കുന്നത് പോലെ എന്തെന്തെല്ലാമാണ് ഈ ലോകത്ത് ഉണ്ടായി കാണപ്പെടുന്നത്. നാരായണന് നമസ്കാരം. ഈശ്വരൻ ഹൃദയത്തിൽ. ബോധരൂപനായ ഈശ്വരൻ സർവത്ര സമ്പൂർണനായി നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സത്യസ്വരൂപൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ ജീവികളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയാൻ എന്താണ് കാരണം? ഈശ്വരാംശമായ ബോധം ജന്തുക്കൾക്കെല്ലാം ഹൃദയത്തിൽ അനുഭവിച്ചറിയാൻ കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെ മനുഷ്യരിൽ ഞാൻ എന്നിങ്ങനെ സദാ സ്ഫുരിക്കുന്ന ബോധം ഈശ്വരാംശമാണെന്ന് അറിയേണ്ടതാണ്. അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം കൊതിക്കുന്ന ആൾ ആദ്യമായി ഉള്ളിലേക്കു തിരിഞ്ഞ് ഹൃദയം ശുദ്ധീകരിച്ച് അവിടെ ശുദ്ധമായ ബോധവസ്തുവിനെ കണ്ടെത്തേണ്ടതാണ്. അങ്ങനെയായാൽ തുടർന്ന് ആ ബോധവസ്തു സർവത്ര നിറഞ്ഞിരിക്കുന്നതായി അനുഭവിക്കാനും കഴിയും. ഈ അനുഭവ രഹസ്യം വെളിപ്പെടുത്താനാണ് ആചാര്യൻ ജന്തുക്കളുള്ളിൽ വിലസിടുന്ന നിന്നുടയ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭഗവാൻ ഗീതയിൽ പറയുന്നത് നോക്കുക. 18:61. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഹേ അർജുന, ഈശ്വരൻ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെ ഇരുന്ന് മായാശക്തി കൊണ്ട് യന്ത്രാരൂഢ വസ്തുക്കളെ എന്ന പോലെ
എല്ലാ ജീവികളെയും സദാ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സദാ പരിപൂർണനാണ് ഈശ്വരൻ. ഈശ്വരൻ ജീവികളുടെ ഉള്ളിൽ വേറെ വേറെ ആയിട്ടല്ല ഇരിക്കുന്നത്. ഈശ്വരൻ സർവവ്യാപിയും സദാ പരിപൂർണനുമാണ്. അതുകൊണ്ടാണ് ജീവികളുടെ ഉള്ളിലും സ്ഥിതി ചെയ്യാനിടയായത്. ഈ വസ്തുസ്ഥിതി ധരിച്ചാൽ സൗരയൂഥങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളിലും ചരടിൽ രത്നങ്ങളെ എന്ന പോലെ ഒരേ ഈശ്വരങ്കൽ കോർത്തിണക്കപ്പെട്ടിരിക്കുകയാണെന്ന് കാണാൻ കഴിയും. ഈശ്വരങ്കൽ നിന്ന് പ്രാണനും അതിൽ നിന്ന് എല്ലാ പ്രപഞ്ച ഘടകങ്ങളും രൂപം കൊണ്ടിരിക്കുന്നു. സർവത്ര കാണുന്ന പ്രാണസ്പന്ദനം തന്നെ ഈശ്വരൻ്റെ സർവവ്യാപിത്വത്തിന് തെളിവാണ്. ഭഗവാൻ ഗീതയിൽ പ്രഖ്യാപിക്കുന്നത് നോക്കൂ. മത്തഃ പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണായിവ. ഗീത 7:7. ഹേ ധനഞ്ജയ, എന്നിൽ നിന്നും വേർപെട്ട് ഇവിടെ യാതൊന്നും തന്നെയില്ല. ചരടിൽ രത്നങ്ങളെന്ന പോലെ എല്ലാം എന്നിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു. ഇക്കാര്യം തന്നെയാണ് ആചാര്യൻ ബന്ധം വിടാതെ പരിപൂർണാത്മനാജാതമിഹ എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രപഞ്ചം ധ്വനിമയമാണ്. ആരംഭത്തിൽ ഝങ്കാരമായി അനുഭവ വിഷയമാകുന്ന ധ്വനി എങ്ങനെയാണോ വിവിധ രൂപം കൈക്കൊണ്ട് ലോകത്തെങ്ങും പ്രകടമായി കാണുന്നത്, അതുപോലെ ബോധരൂപനായ ജഗദീശ്വരൻ പല രൂപത്തിലും ജഗത്തിൽ പ്രകടമായി കാണുന്നു. ഇക്കാര്യമാണ് 38-ാം ശ്ലോകത്തിൽ ആചാര്യൻ വർണ്ണിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണ